അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് യു പിയിൽ ഒരു മധുരയുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമായ മധുര വൃന്ദാവനത്തിലേക്കാണ്. വൃന്ദാവൻ ക്ഷേത്രം കയറി ചെല്ലുമ്പോൾ തന്നെ പുരാതനമായ രീതിയിൽ ഒരു അലങ്കാരമുണ്ട്. അത് വളരെ ഭംഗിയുള്ളതാണ്. തൂണുകളും അതിൻ്റെ സീലിംഗ് എല്ലാം ഒരു പ്രത്യേകതരം മുള കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ ആ വൃന്ദാവനത്തിൻ്റെ ഒരു ഭജന മന്ദിരമുണ്ട്. ആ മന്ദിരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭക്തി നിർഭരമായ ഒരു നൃത്തമുണ്ട്. ആ മന്ദിരത്തിലെ അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ ഗായക സംഘമാണ് അവിടെ ഇരുന്ന് ആ ഭജന പാടുന്നത്. ചെല്ലുന്ന ഓരോ ടൂറിസ്റ്റുകളും അവരുടെ ആ ചടുലമായ ആ ഈണത്തിലും ആ പാട്ടിലെല്ലാം നമ്മൾ നൃത്തം ചെയ്തു പോകും. അവരുടെ താളവും അവരുടെ ഈണവും നമ്മളെ ആനന്ദത്തിലാഴ്ത്തും. പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ആനസവാരിയുണ്ട്. നല്ല പരിശീലനം ലഭിച്ച ഒരു പിടിയാന. നല്ല ഭംഗിയുണ്ട് ആ ആനയെ കാണാൻ. അത്യാവശ്യം ആഹാരമൊക്കെ കഴിച്ച് ഭംഗിയായി നടക്കുന്ന ഒരാനയാണ്. പക്ഷേ ഈ ആനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ഭക്തരെയും ആന അനുഗ്രഹിക്കും. ആ കൊടുക്കുന്ന ആ നാണയത്തുട്ടുകളും ആ നോട്ടുകളും കൃത്യമായി അതിൻ്റെ മുകളിലേക്ക് ഉയർത്തി ആ പാപ്പാൻ്റെ കയ്യിലേക്ക് മാത്രമാണ് ആ തുട്ടുകൾ ചെല്ലുന്നത്. ഒരു തുട്ട് പോലും താഴെ വീഴില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നത് പ്രേം മന്ദിറിലേക്കാണ്. അതും മധുരയിലെ തന്നെ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയുള്ള ഒരു ക്ഷേത്രമാണ് പ്രേം മന്ദിർ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ലീലാവിലാസങ്ങളാണ് ഇവിടെയെല്ലാം. ഈ പ്രേം മന്ദിറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അത് വിവിധ വർണ്ണങ്ങളിൽ നമുക്ക് തിളങ്ങി കാണാൻ പറ്റും. നമ്മൾ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു നിറമായിരിക്കില്ല പിന്നെ ആ ക്ഷേത്രത്തിന്. നിരവധിയായ വർണ്ണ ബൾബുകൾ കൊണ്ട്, ലേസർ ലൈറ്റ് കൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി നമ്മളെ വല്ലാതെ അങ്ങ് ആകർഷിക്കും. വലിയ ജനത്തിരക്കാണ് എല്ലാ ദിവസവും. ടൂറിസ്റ്റുകളായിട്ടും പ്രദേശവാസികളായിട്ടും ഭക്തരായിട്ടും ഈ പ്രേം മന്ദിറിലേക്ക് കടന്നു വരുന്നത്. എല്ലാ ദിവസവും തന്നെ ഒരു പോലീസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനമായിട്ട് ഭക്തി നിർഭരമായി നടന്നു പോകുന്ന ഒരു സംഭവസ്ഥലമാണ് ഈ മധുരയിലെ വൃന്ദാവനും അതുപോലെ തന്നെ പ്രേം മന്ദിരവും. പക്ഷേ രാധയും കൃഷ്ണനും മാത്രമാണ് അവിടെ ചെല്ലുന്ന ഓരോ ഭക്തരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. നമ്മൾ വഴി കണ്ടാൽ മാർഗതടസ്സമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ രാധേ രാധേ കൃഷ്ണ എന്നേ നമ്മൾ അഭിസംബോധന ചെയ്യാറുള്ളൂ. അതുപോലെ ആ ഗ്രൗണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജീവൻ സ്ഫുരിക്കുന്ന നല്ല സ്റ്റാച്ചുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട്. അതൊക്കെ കാണാനും അതുപോലെ ആസ്വദിക്കാനും പറ്റുന്ന ഒരു പ്രത്യേക അനുഭൂതി തന്നെ അവൻ്റെ നിർമ്മാണത്തിലും ആ ഗാർഡനിലും ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ മധുര വൃന്ദാവനിലെ പ്രേം മന്ദിർ. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിവിധ ജീവിതത്തിലെ ദൃശ്യങ്ങളാണ് അവിടെയെല്ലാം സ്റ്റാച്ചു ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പ്രതിമകളും ഒരുപാട് ഭഗവാന്റെ ചരിത്രവും അവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മറ്റൊരു ഘോഷയാത്ര ഇല്ല നടന്നു വരുന്നത്. ഇതുപോലെ നിരവധി ഘോഷയാത്രകൾ വരുന്നുണ്ട്. വൃന്ദാവനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പ്രാധാന്യമെങ്കിൽ പ്രേം മന്ദിറിൽ ഭഗവാന്റെ രാധയ്ക്കാണ് പ്രാധാന്യം. അത് കണ്ട് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഭംഗിയേറിയ ഒരു വാട്ടർ ഫൗണ്ടൻ കാണാനുണ്ട്. കൃത്രിമമായി നിർമ്മിച്ചതാണെങ്കിലും ഒരു പ്രത്യേക താളത്തിലും ഒരു പ്രത്യേക മ്യൂസിക്കിലും അതിൻ്റെ പ്രകടനം നമ്മളെ അതിശയിപ്പിക്കും. നിരവധി ആളുകൾ അത് ക്യാമറയിൽ പകർത്താനും
അത് കണ്ടാസ്വദിക്കാനും ഇതാ ചുറ്റും കൂടിയിട്ടുണ്ട്. വൃന്ദാവനം ശരിക്കും ഒരു വൃന്ദാവനം തന്നെയാണ്. എത്ര പറഞ്ഞറിയിച്ചാലും നമുക്ക് വൃന്ദാവനത്തിൻ്റെ മനോഹാരിത ശ്രോതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ചെന്ന് കണ്ടെങ്കിൽ മാത്രമേ മധുരയും വൃന്ദാവനവുമൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഭഗവാന്റെ പാദസ്പർശമേറ്റ ഈ മണ്ണിലൂടെ ഒന്ന് നടക്കുക എന്നുള്ളത് ഏതൊരു ഭക്തൻ്റെയും ഉള്ളിലെ ഒരു വികാരം തന്നെയാണ്. മധുരാപുരിയിലെ വൃന്ദാവനവും തുളസീവനവും ഭഗവാന്റെ ആ ഒരു സാന്നിധ്യവും എല്ലാം കൂടി നമുക്ക് ഒരു പ്രത്യേക ഭക്തി നിർഭരമായ ഒരു അനുഭൂതിയാണ് തരുന്നത്.